ഞങ്ങളുടെ ഈ യാത്ര ജമ്മുവിലെ ഉധംപൂരിൽ നിന്ന് മൻസാർ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിലെ മൻസറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് മൻസാർ തടാകം. സാംബ പട്ടണത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററും ജമ്മുവിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്ററിൽ കൂടുതലും ഉധംപൂരിൽ നിന്ന് ഏകദേശം 37 കിലോമീറ്ററിൽ കൂടുതലും ആണ് ഇവിടേക്ക് ദൂരം. ഉധംപൂരിൽ നിന്ന് മൻസാർ ലേക്കിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു റെയിൽവേ ക്രോസ് ആണിത്. ഇതിൻ്റെ താഴെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. നദിയിൽ അത്ര വെള്ളമൊന്നുമില്ല, ഒരു സീസൺ ആയിട്ടായിരിക്കാം. ഞാൻ ഈ വീഡിയോയ്ക്ക് മുന്നേ പാറ്റ്നി ടോപ്പ് സന്ദർശിച്ചപ്പോൾ എടുത്ത ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറ്റ്നി ടോപ്പിൽ നിന്ന് മൻസാർ ലേക്കിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 82 കിലോമീറ്ററിൽ കൂടുതലാണ് പാറ്റ്നി ടോപ്പിൽ നിന്ന് മൻസാർ ലേക്കിലേക്കുള്ള ദൂരം. സാധാരണയായി താഴ്ന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു തടാകത്തിന് പകരം മൻസാർ, സുരിൻസർ തടാകങ്ങൾ ഒരു പോഷക ജലസ്രോതസ്സുമില്ലാതെ ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മൻസാർ ലേക്ക്. വനം നിറഞ്ഞ കുന്നുകളാൽ ചുറ്റപ്പെട്ട ഈ തടാകം ഏകദേശം 1.5 കിലോമീറ്റർ കൂടുതൽ നീളവും ഏകദേശം 3/4 കിലോമീറ്ററിൽ കൂടുതൽ വീതിയും ഉള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഈ ലേക്കിന്റെ ഏത് സ്ഥലത്ത് നിന്നാലും ഈ മീനുകളെ നമുക്ക് കാണാം. ഒരുപാട് മീനുകളുണ്ട് ഈ ലേക്കിൽ. മീനുകളെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും ഈ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇവയ്ക്ക് കൊടുക്കുന്ന ഐറ്റംസ് ഒക്കെ. അതാണ് വാങ്ങിച്ചിട്ട് മീനുകൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നത്. ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൽ ഏത് വേണമെങ്കിലും വാങ്ങിക്കാം, എന്നിട്ട് ഈ മീനിന് ഭക്ഷണം കൊടുക്കാം. എനിക്ക് തോന്നുന്നു പുറത്തുനിന്നുള്ള ഫുഡുകളൊന്നും, സന്ദർശകർ കൊണ്ടുവരുന്ന ഫുഡുകളൊന്നും ഈ മീനുകൾക്ക് ഭക്ഷണമായി കൊടുക്കരുത് എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഇവിടെ ഇങ്ങനെ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവിടെ. എന്നാൽ മത്സ്യങ്ങളെ പിടിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഈ മൻസാർ ലേക്കിലെ മറ്റൊരു ആകർഷണം ഇവിടുത്തെ ബോട്ടിംഗ് ആണ്. നമുക്ക് അതും കൂടി ഒന്ന് ആസ്വദിക്കാം.
നമുക്കിവിടെ പെഡൽ ബോട്ടാണ് അലൗ ചെയ്യുന്നത്. ഈ ബോട്ടിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇങ്ങനെ മീനുകൾ നമ്മളുടെ കൂടെ തന്നെ വരുന്ന ഈ ഒരു കാഴ്ചയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തതും ഞങ്ങളിവിടെ സന്ദർശിച്ചതും ഒക്കെ 2021-ലാണ്. അപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പം ഈ ജമ്മു കാശ്മീരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഉള്ളത്. കാരണം നിങ്ങൾക്കറിയാവുന്ന തന്നെയാണ്, ഇപ്പോൾ അവിടെ ഇങ്ങനത്തെ ഈ ബോട്ടിംഗ് ഒന്നും അലൗഡ് അല്ല എന്നുള്ള രീതിയിലാണ് ഈ അടുത്ത് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഇത് അന്നേ ഷൂട്ട് ചെയ്തെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇരിക്കാൻ പറ്റിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നൊന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു ഇൻഫർമേഷൻ കിട്ടിയത്. അത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഈ ചുറ്റുമുള്ള പാർക്കും തടാകത്തിൽ നിന്ന് വളരെ അകലെയുള്ള കുന്നിൻ പ്രദേശവും ഒക്കെ നമുക്ക് ഈ ബോട്ടിങ്ങിൽ തന്നെ കാണാൻ പറ്റും. എപ്പോഴെങ്കിലും ഈ മൻസാർ ലേക്കൊക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ബോട്ടിംഗ് മിസ്സാക്കാതിരിക്കുന്നതാണ് നല്ലത്. പലതരം ദേശാടന ജലപക്ഷികളുടെ ആകർഷകമായ ആവാസ സ്ഥലം കൂടിയാണ് ഈ മൻസാർ ലേക്ക്. നമ്മുടെ ഈ ബോട്ടിങ്ങിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് പല ടൈപ്പ് പക്ഷികളെ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ അരമണിക്കൂർ ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മളെ ഈ മീനുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലേക്കിന് ചുറ്റും ഫുട്പാത്ത് ഉണ്ട്. അതിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫുട്പാത്തിലൂടെ നമുക്ക് നടന്ന് ലേക്ക് ഒന്ന് കറങ്ങി വരാം. ജമ്മുവിലെ ഒരു പ്രശസ്തമായ വിനോദയാത്രാ കേന്ദ്രം എന്നതിലുപരി മാനസ സരോവർ തടാകത്തിന്റെ ഇതിഹാസവും പവിത്രതയും പങ്കിടുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണ് ഈ മൻസാർ തടാകം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഈ തടാകത്തിന് ചുറ്റും കാണാം. എപ്പോഴും വെള്ളമുള്ള ഈ തടാകം ജലത്തിന്റെ വറ്റാത്ത ഉറവിടം കൂടിയാണ്. മാനാഞ്ചിറ സ്ക്വയറിലുണ്ട് ചേച്ചി. വേണ്ട.
ബോട്ടിങ്ങും മീനുകൾക്ക് ഫീഡ് ചെയ്യുന്നതും കഴിഞ്ഞാൽ പിന്നെ ഈ മൻസാർ ലേക്കിലെ മറ്റൊരു ആകർഷണം ഇവിടുത്തെ ചെറിയൊരു സൂ ആണ്. ഈ തടാകക്കരയിൽ ചെറിയൊരു മൃഗശാല ഉണ്ട്. ഈ മൃഗശാലയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വിനോദസഞ്ചാരികളൊക്കെ ഒട്ടക സവാരി ചെയ്യുന്നത് കാണാം. നമുക്ക് വേണമെങ്കിൽ ഒട്ടക സവാരി ചൂസ് ചെയ്യാം. എല്ലാവരോടും എപ്പോഴാണ് ഇവിടെ വന്നത്? കുറെ നേരമായി ഇവിടെ വന്നിട്ട് നോക്കി. ആടലോടകത്തിന്റെ കാട് കണ്ടോ? ജമ്മു കാശ്മീർ ടൂറിസം വകുപ്പ് നടത്തുന്ന ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൻസാർ ലേക്കിലെ കാഴ്ചകൾ. കുഞ്ഞനോക്ക്